മലയാളത്തിലെ വൃത്തങ്ങളും അവയുടെ ലക്ഷണവും ഉദാഹരണവുമാണ് ഇന്നത്തെ വിഷയം. സംസ്കൃതത്തിൽ നിന്ന് വ്യത്യസ്തമായി മാത്രാപ്രധാനമാണ് ഭാഷാവൃത്തങ്ങൾ. ഹ്രസ്വ അക്ഷരങ്ങൾക്ക് ഒരു മാത്ര, ദീർഘ അക്ഷരങ്ങൾക്ക് 2 മാത്ര എന്ന നിലയിൽ മാത്രയനുസരിച്ചാണ് ഇതിൽ ലക്ഷണ നിർണയം നടത്തുന്നത്. സംസ്കൃത വൃത്തങ്ങളെ പോലെ 3 അക്ഷരങ്ങൾ വീതമുള്ള ഗണങ്ങളാക്കി തിരിക്കേണ്ടതോ ആ ഗണവ്യവസ്ഥ നോക്കി വൃത്തങ്ങൾക്ക് പേര് നൽകേണ്ടതോ ആയിട്ടുള്ള ആവശ്യം ഇവിടെ വരുന്നില്ല. സംസ്കൃത വൃത്തങ്ങളെ തിരിച്ചറിയാൻ നമ്മൾ ആദ്യം ചെയ്യുക, നമ്മുടെ മുന്നിൽ കിട്ടിയ ഒരു ശ്ലോകത്തെ അല്ലെങ്കിൽ വരികളെ 3 അക്ഷരങ്ങൾ വീതമുള്ള ഗണമായി തിരിക്കുന്നു, ഗണങ്ങൾക്ക് പേര് നൽകുന്നു, വൃത്ത നിർണയം നടത്തുന്നു. എന്നാൽ മലയാള വൃത്തങ്ങളിലേക്ക് വരുമ്പോൾ വൃത്തങ്ങളുടെ ലക്ഷണങ്ങൾ അനുസരിച്ചാണ്, ആ ലക്ഷണത്തെ നോക്കിയാണ് നമ്മൾ കിട്ടിയ വരികളെ ഗണമാക്കി തിരിക്കുന്നത്. അതുകൂടാതെ മലയാള വൃത്തങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ള താളമുണ്ട്. ആ താളവ്യവസ്ഥ അറിയുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ മുന്നിൽ കിട്ടിയ കവിത ഏത് വൃത്തത്തിലുള്ളതാണ് എന്നത് ആ താളത്തിൽ പാടി നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഭാഷാവൃത്തങ്ങളിൽ ഏറ്റവും മനോഹരമെന്ന് പറയാവുന്ന ഒരു വൃത്തമാണ് കാകളി. നിരവധി കവിതകളിൽ ഈ വൃത്തം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലൂടെയാണ് കാകളി വൃത്തത്തിന് പ്രചുര പ്രചാരം നേടിയത്. അതുകൊണ്ട് കിളിപ്പാട്ട് വൃത്തം എന്നാണ് കാകളി വൃത്തം അറിയപ്പെടുന്നത്. ഇതിൻ്റെ ലക്ഷണം: മാത്രയഞ്ചക്ഷരം 3 വരുന്നൊരു ഗണങ്ങളെ 8 ചേർത്തുള്ളീരടിക്ക് ചൊല്ലാം കാകളി എന്നു പേർ. തന്നിരിക്കുന്ന വരികളിൽ 5 മാത്ര കിട്ടുന്ന തരത്തിൽ 3 അക്ഷരമുള്ള ഗണങ്ങളായി തിരിക്കുക. അതായത് 2 ഗുരുവും 1 ലഘുവുമുള്ള രഗണമോ തഗണമോ യഗണമോ ആയിരിക്കും വരിക. 8 ഗണങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഈരടി ആയിരിക്കും ഉണ്ടാവുക. ഉദാഹരണം: ശാരിക പൈതലെ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലുനീ. ആധ്യാത്മരാമായണം കിളിപ്പാട്ട്, അതിലെ അയോധ്യാകാന്ഡം, മഹാഭാരതം സഭാപർവം, ചാണക്യസൂത്രം, ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആനന്ദധാര തുടങ്ങിയ കവിതകളൊക്കെ കാകളി വൃത്തത്തിൽ രചിക്കപ്പെട്ടവയാണ്. കാകളിയുടെ താളം തന്നെ വളരെ എളുപ്പമുള്ളതാണ്. ഉദാഹരണത്തിന് ഈ വൃത്തത്തിൻ്റെ പേര്, അതായത് കാകളി എന്ന പേര് തന്നെ 8 പ്രാവശ്യം ആവർത്തിച്ചാൽ മതി. ഒരു വരിയിൽ 4 പ്രാവശ്യം, അടുത്ത വരിയിൽ 4 പ്രാവശ്യം എന്ന തരത്തിൽ 8 പ്രാവശ്യം ഈ പേര് തന്നെ ആവർത്തിച്ചു നോക്കൂ. അത് തന്നെയാണ് ഈ വൃത്തത്തിൻ്റെ താളവും. വളരെ എളുപ്പത്തിൽ ആർക്കും ഈ താളത്തിൽ കവിതകൾ രചിക്കാനും ചൊല്ലാനും കഴിയുന്നതാണ്. കാകളി വൃത്തത്തിൽ അതുകൊണ്ട് പിന്നെയും സിനിമാ പാട്ടുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ശരശയ്യ എന്ന സിനിമയിലെ വയലാർ രചന നടത്തി ജി ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി MG രാധാകൃഷ്ണനും P മാധുരിയും ആലപിച്ചിട്ടുള്ള ശാരികേ ശാരികേ സിന്ധു ഗംഗാ നദി തീരം വളർത്തിയ ഗന്ധർവ ഗായികെ എന്ന ഗാനം. അതുപോലെ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിൽ യേശുദാസും രവീന്ദ്രൻ മാസ്റ്ററും കൂടി ആലപിച്ച, രവീന്ദ്രൻ മാസ്റ്റർ തന്നെ സംഗീതം നൽകിയിട്ടുള്ള ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം എന്ന ഗാനവും കാകളി വൃത്തത്തിൽ രചിക്കപ്പെട്ടവയാണ്. കാകളി കുടുംബത്തിൽ തന്നെ വരുന്ന മറ്റൊരു വൃത്തമാണ് കളകാഞ്ചി. ഇതിൻ്റെ ലക്ഷണം: കാകളിക്കാദ്യ പാദാദൗ 2 3 ഗണങ്ങളെ 5 ലഘുവാക്കിയിടിലുളവാം കളകാഞ്ചി കേൾ. അതായത് കാകളിയുടെ ലക്ഷണം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 5 മാത്ര കിട്ടുന്ന തരത്തിലുള്ള അക്ഷരങ്ങൾ അടങ്ങുന്ന, അതായത് 3 അക്ഷരങ്ങൾ വരുന്ന ഗണമായിരിക്കും ഉണ്ടാവുക എന്നത്. ഗുരുവും ലഘുവും ചേർന്നിട്ടുള്ള ഗണങ്ങൾ. എന്നാൽ കളകാഞ്ചിയിലേക്ക് വരുമ്പോൾ കാകളിയുടെ ആദ്യ പാദത്തിലെ 2 3 ഗണങ്ങളെ 5 മാത്ര വരുന്ന തരത്തിൽ തന്നെ, എന്നാൽ 5 ലഘുക്കൾ മാത്രം വരുന്ന തരത്തിലാണ് കാണുന്നതെങ്കിൽ അതാണ് കളകാഞ്ചി. കാകളി വൃത്തത്തിൽ വരുമ്പോൾ 5 മാത്ര തന്നെയാണ് നമുക്ക് കിട്ടുക, പക്ഷെ അതിൽ ഗുരുവും ലഘുവും ഇടകലർന്ന് വരും. രഗണമോ തഗണമോ യഗണമോ ഉണ്ടാകും. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ 5 മാത്രകൾ തന്നെയായിരിക്കും, പക്ഷേ 5ഉം ലഘുക്കളായിരിക്കും. ഉദാഹരണം നോക്കൂ: സുരവരജ സുതനുമത നിന്നു വിഷണ്ണനായി സൂക്ഷിച്ചു മായ മറഞ്ഞിട്ടിരാവാനും. ഗണം തിരിച്ചിരിക്കുന്നത് നോക്കൂ. മാത്രകൾ ലഭിക്കുന്ന രീതി കണ്ടാൽ മനസ്സിലാകും. ആദ്യത്തെ 2 ഗണങ്ങൾ 5 ലഘുക്കൾ വരുന്ന തരത്തിലാണ് കാണപ്പെടുന്നത്. ഇതാണ് കളകാഞ്ചി. കാകളി കുടുംബത്തിൽ തന്നെ വരുന്ന മറ്റൊരു വൃത്തമാണ് മണികാഞ്ചി.
കാകളിയുടേത് പറഞ്ഞതുപോലെ 5 മാത്ര കിട്ടുന്ന തരത്തിലുള്ള ഗണങ്ങളായിരിക്കും ഇതിലും കാണുക. പക്ഷേ പാദങ്ങളിലെ ആദ്യത്തെ ഗണം, അതായത് ഒന്നാമത്തെ വരിയിലെ ആദ്യ ഗണവും രണ്ടാമത്തെ വരിയിലെ ആദ്യ ഗണം, അങ്ങനെ ഓരോ വരിയിലെയും ആദ്യത്തെ ഗണം 5 മാത്ര വരുന്ന ലഘുക്കളുടെ കൂട്ടം മാത്രമായിരിക്കും. ലക്ഷണം: കാകളിക്കുള്ള പാദങ്ങൾ രണ്ടിലും പിന്നെ യാദിമം ഗണം മാത്രം ലഘുമയമായാലോ മണി കാഞ്ചിയാം. ആദ്യത്തെ ഗണം മാത്രം ലഘുമയമായാൽ അത് മണി കാഞ്ചിയായി. ഉദാഹരണം: പരമപുരുഷൻ മഹാമായ തൻ വൈഭവം പറയുക നാരദം കേൾക്കയും ചെയ്കിലോ. അടുത്ത വൃത്തമാണ് മിശ്രകാകളി. ലക്ഷണം: ഇച്ഛ പോലെ ചിലയിടത്ത് ലഘുപ്രായ ഗണങ്ങളെ ചേർത്തും കാകളി ചെയ്തിടാം, അതിൻ പേർ മിശ്രകാകളി. അതായത് ഗണങ്ങളിൽ 5 മാത്രം വരുന്ന ഗണങ്ങളായി തിരിച്ചു കഴിഞ്ഞാൽ ഇടയിൽ ലഘുക്കൾ മാത്രമുള്ള ഗണങ്ങൾ ഉണ്ടാകാം. മറ്റു സ്ഥലങ്ങളിൽ ലഘുക്കളും ഗുരുക്കളും ചേർന്ന് വരുന്ന രഗണമോ തഗണമോ യഗണമോ ഉണ്ടാകാം. അങ്ങനെ കൂടിച്ചേർന്നിരിക്കുന്ന തരത്തിൽ വരുന്ന വൃത്തമാണ് മിശ്രകാകളി. കാകളി കുടുംബത്തിൽ പ്രധാനപ്പെട്ട ഒരു വൃത്തമാണ് ഊനകാകളി. കാകളി വൃത്തത്തിന്റെ ഈരടികളിൽ 2ാം പാദത്തിന്റെ അവസാനത്തിൽ ഒരു വർണ്ണം കുറഞ്ഞു കാണുന്ന നല്ല താളത്തിൽ പാടാൻ പറ്റുന്ന ഈണപ്രധാനമായിട്ടുള്ള ഒരു വൃത്തമാണ് ഊനകാകളി. ലക്ഷണം: 2ാം പാദാവസാനത്തിൽ വരുന്നൊരു ഗണത്തിന് വർണ്ണമൊന്നു കുറഞ്ഞിടിൽ ഊനകാകളിയാമത്. 2ാമത്തെ പാദത്തിൽ അവസാനം വരുന്ന ഗണത്തിൽ വർണ്ണമൊന്നു കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഊനകാകളിയായി. അതായത് അവസാന ഗണത്തിൽ 5 മാത്രം നമുക്ക് ലഭിക്കുകയില്ല, അക്ഷരങ്ങളിൽ 4 മാത്രമേ ഉണ്ടാവൂ. അതാണ് ഊനകാകളി. ഉദാഹരണം: തത്തേ വരികരികത്തിങ്ങിരി മമ ചിത്തം മുഹരബി തെളിഞ്ഞിതയ്യ. ഈ വൃത്തത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കവിതയുണ്ട്. പി മധുസൂദനൻ നായരുടെ ഏറെ പ്രശസ്തമായിട്ടുള്ള 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. ഇത് 5 മാത്രകൾ വീതമുള്ള ഗണങ്ങളാക്കി തിരിച്ചാൽ നമുക്ക് മനസ്സിലാകും അവസാനത്തെ ഗണത്തിൽ 4 മാത്രകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, താളപ്രധാനമായിട്ടുള്ളൊരു വൃത്തമാണ് ഊനകാകളി. അതുകൊണ്ട് മലയാളത്തിൽ തന്നെ നിരവധി ചലച്ചിത്ര ഗാനങ്ങളും ഈ വൃത്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു മെയ് മാസ പുലരിയിൽ എന്ന സിനിമയിലെ പി ഭാസ്കരൻ മാസ്റ്റർ രചിച്ചിട്ടുള്ള KS ചിത്രയൊക്കെ പാടിയ പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി എന്ന ഗാനം. അതുപോലെ മേഘമൽഹാർ എന്ന സിനിമയിൽ ONV കുറുപ്പ് രചിച്ച ഒരു നറുപുഷ്പമായി എന്നേർക്കു നീളുന്ന മിഴിമുനയാരുടേതാകാം. അതുപോലെ ഏറെ പ്രശസ്തമായ ചില്ല് എന്ന സിനിമയിലെ ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തുടങ്ങി ഒട്ടനവധി പിന്നെയും സിനിമാ ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വൃത്തത്തിൽ. കാകളി കുടുംബത്തിലെ ഒരു വൃത്തമാണ് ദ്രുതകാകളി. ലക്ഷണം: 2 പാദത്തിലും പിന്നെ അന്ത്യമായ ഗണത്തിന് വർണ്ണമൊന്നു കുറഞ്ഞെന്നാൽ ദ്രുതകാകളി കീർത്തനെ. ഊനകാകളി പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പാദങ്ങളിൽ 2ാമത്തെ പാദത്തിൽ അവസാനം വരുന്ന ഗണത്തിൽ ഒരു വർണ്ണം കുറഞ്ഞാൽ അത് ഊനകാകളിയായി. എന്നാൽ ദ്രുതകാകളി പറഞ്ഞാൽ 2 പാദത്തിലും, അതായത് 2 വരികളുടെയും അവസാനത്തെ ഗണത്തിന് ഒരക്ഷരം കുറഞ്ഞാൽ അത് ദ്രുതകാകളിയായി. ഉദാഹരണം: മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ.